അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ആ പിന്നെ അടിപൊളിയാ, ടോവിനൊക്കെ പൊളിയാ. അതെ അടിപൊളിയാ. BGM സീൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, സിനിമാറ്റോഗ്രഫി അടിപൊളിയായിട്ടുണ്ട്, പൊളിച്ചു. പടം അടിപൊളിയാണ്. ടോവിനോടൊരു വൺ മാൻ ഷോ ആണ് പടം. പക്ഷെ ഒരു മൾട്ടി സ്റ്റാർ ആക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു പടത്തിനകത്ത്. 3 വർഷം ടോവിനോ എല്ലാവരും വേറെ ക്യാമിയോ കിട്ടായിരുന്നെങ്കിൽ അടിപൊളി കുറച്ചുകൂടെ നന്നായിരുന്നു തോന്നി. പിന്നെ BGM എല്ലാം ഇച്ചിരി സെറ്റപ്പ് ആകണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഫുൾ എന്റർടൈൻ ആയിട്ട് എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാം. നിരാശപ്പെടുത്തില്ല. ഇത്രയും നാൾ ഉണ്ടായിരുന്ന ഹൈപ്പിനുള്ള പടം തന്നെയുണ്ട്. ഒരു പാൻ ഇന്ത്യൻ സംഭവം തന്നെയാണ്. ഒരു വിഷയമില്ല, പഴം കുഴപ്പമില്ല. ഇത് വെറൈറ്റി പാടാണ്, പക്ക വെറൈറ്റി പാടാ. ഇത് വേറൊന്നും ഇല്ല. ഇതിന്റെ മോഡിഷനും ഇതൊക്കെ 3 ക്യാരക്ടർ ഇതൊക്കെയാണ്. കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ടത് കാണുന്നു. കാരണം മിന്നൽ മുരളി പിന്നെ വേറെ ഫിലിം ഉണ്ട്, പിന്നെ അതിന്റെ അത്ര ഇല്ല. നമ്മളെ തല്ലുമാളൊക്കെ പോലല്ല ഇത് വേറെ മോഡലും പടാ. ഇത് രസമായിട്ടുണ്ട്. ഇപ്രാവശ്യം ഭയങ്കര ഗംഭീര സിനിമ, അടിപൊളി സിനിമ. ടൊവിനോ അതിഗംഭീരമായിട്ടുണ്ട്. ജിതിന്റെ ഗംഭീര തുടക്കം. ഭയങ്കര രസം. മിന്നൽ മുരളി കാണാത്തവർക്ക് അജയന്റെ രണമോഷണം കണ്ട് തിയേറ്ററിൽ സന്തോഷത്തോടെ പോവാം. ഒരുപാട് വർഷത്തെ പ്രയത്നം എന്ന് പറയണ്ടായിരുന്നു. അതിനുള്ള ഉറപ്പായിട്ടും ടൊവിനോടെയും ജിതിന്റെയും ഫുൾ ടീം മെമ്പേഴ്സിന്റെയും പ്രയത്നത്തിന് ഭയങ്കര ഗംഭീര റിസൾട്ട് ഉണ്ട്. സെക്കൻഡ് ഹാഫ് അതിഗംഭീരമാണ്, ഭയങ്കര ഗംഭീരമാണ്. എല്ലാ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അടിപൊളിയായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ കാണേണ്ട മൂവി തന്നെയാണ്. അടിപൊളിയായിട്ട് സുരഭി ചേച്ചി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മണി അങ്ങനെ അടിപൊളിയാണ്. എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ല? പ്രതീക്ഷ പോലെ തന്നെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ടുണ്ട്. എന്ത് പറയാനാ, ഒന്നും പറയല്ല. മണിയൻ അടിപൊളി ക്യാരക്ടർ. അടിപൊളി പാടം. എല്ലാരും തിയേറ്ററിൽ വന്നിട്ട് എന്തായാലും കാണേണ്ട പാടാണ്. അടിപൊളി പാടം. ഇഷ്ടപ്പെട്ടു വളരെയധികം. സുജിത്തിന്റെ ഫാദറാണ്. ഇഷ്ടപ്പെട്ടു. കുറെ കഥയുണ്ട്. ഗോകുലം ഗോപാലം കണ്ടിരുന്നെങ്കിൽ ഈ കഥ എടുക്കുമായിരുന്നു. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. എല്ലാരും കാണാം, സൂപ്പറായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. ഞങ്ങള് 3D ചെയ്തവരാ. റേസ് 3D. ഞങ്ങളെ 3D ചെയ്ത്. നന്നായിട്ടുണ്ട്. സ്റ്റോറി സൂപ്പറായിട്ടുണ്ട്. നല്ല 3D സാങ്കേതിക വിദ്യയിൽ ഇത്രയും നല്ലൊരു പടം ഡയറക്ട് ചെയ്ത ജിതിൻ ലാൽ എന്ന് പറയുന്ന ഡയറക്ടർ അടിപൊളിയാണ്. സൂപ്പർ മേക്കിംഗ് കിട്ടിലുമായിട്ടുണ്ട്. അതുപോലെ തന്നെ ടൊവിനോ തോമസ്. പിന്നെ ഇതിന്റെ റൈറ്റിംഗ് എടുത്തു പറയേണ്ടതാണ്. ഒരു സ്ഥലത്ത് പോലും നമുക്ക് ലാഗടിപ്പിക്കാത്ത രീതിയിലേക്ക് ഫുൾ ടൈം നമ്മളെ ഒരു മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ആകാംക്ഷ ഉള്ള ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ഇതിന്റെ മേക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ആർട്ട് ചെയ്തേക്കുന്നത് 3 കാലഘട്ടം ചിത്രീകരിച്ചുള്ള സിനിമയാണ്. ഇതിന് ആർട്ട് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ്. അത് പിന്നെ അഭിനന്ദനം അറിയിക്കുന്നു. സൂപ്പറാണ്. ഇതിന്റെ ഒരു COD കാവ് എന്ന് പറയുന്ന ഒരു അമ്പലവും അതിന്റെ കുളവും ആ പരിസരവും ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് വളരെ നല്ല എല്ലാവരും അടിപൊളിയാണ്. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അങ്ങനെ സസ്പെൻസ് ആയിട്ട് വെച്ചേക്കുന്നതാണ്. പ്രേക്ഷകർ വന്ന് കാണണം. 3 കഥാപാത്രങ്ങൾ വളരെ ഭംഗിയായിട്ടാണ് ടൊവിനോ തോമസ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ മൂവി പൊളി മൂവിയാണ്. ഞാനിനി 3 തവണ കൂടി കണ്ടു കഴിഞ്ഞാലാണ് അതിന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോ 3 തവണ കൂടി കാണണം. ഇനി 3D കാണണം, 3D കാണണം. പിന്നെ മ്യൂസിക് അടിപൊളിയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയാണ്. സൂപ്പറാണ്. ഇൻഡെപ്ത് ആയിട്ട് കുറെ അതിൻ്റെ ഉള്ളിൽ സ്റ്റോറീസ് ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു 3 തവണയെങ്കിലും കാണണം. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഒരു കണ്ടു കഴിഞ്ഞാൽ ഇടുപ്പം പടം ഒന്നും പറയാനില്ല. എന്ന് വെച്ചാൽ വർക്കൊക്കെ സൂപ്പർ. എന്ന് വെച്ചാൽ ടോവിനോ രണ്ടാമത്തെ ഒരു മണിയൻ കള്ളന്റെ വേഷത്തിൽ വരുന്നു. ഇടുകിടുപ്പൻ, ഒന്നും പറയാനില്ല. മൊത്തത്തിൽ ഇപ്രാവശ്യം ഓണം അജയൻ തൂക്കി. ഒന്നും പറയാം. കിടിലും പടം. എന്ന് വെച്ചാൽ ഓണം കൊണ്ടുപോകും, ഉറപ്പാണ്. എക്സൈറ്റ്മെന്റ് ആണോ? അടിപൊളിയായിട്ട് സൂപ്പർ പടം. എന്ന് വെച്ചാൽ ഒരു ഇന്റർവെല്ലിന്റെ ചെറിയൊരു ലാഗ് തോന്നുന്നത്. പക്ഷെ ഇന്റർവെൽ കഴിഞ്ഞ് പടം വേറെ ലെവലാണ്. അടിപൊളി പടം. എന്ന് വെച്ചാൽ വർക്കൊക്കെ കിടുപ്പനായിട്ടാണ് തീർത്തേക്കുന്നത്. നല്ല കഥ, നല്ല ഡയറക്ഷൻ, എല്ലാം കൊണ്ടും പടം കിടിലം പടം. അടിപൊളിയായിരുന്നു. ഫ്രെയിംസ് ആയാലും പെർഫോമൻസ് ആയാലും മേക്കിംഗ് വൈസ് പൊളിച്ചു. ജിതിൻ ലാൽ ഹാറ്റ്സ് ഓഫ്. 6 വർഷത്തെ കാലത്ത് വെറുതെയല്ല. പടം അടിപൊളിയായിരുന്നു. ടോവിനോയുടെ എഫേർട്സ്, മേക്കിംഗ്, ജിതിൻ ലാലിന്റെ 6 വർഷത്തെ കാത്തിരിപ്പ് എല്ലാം പൊളിച്ചു. ടോവിനോ 3 ക്യാരക്ടേഴ്സ് അടിപൊളിയാണ്. ബട്ട് മണി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ടോവിനോട്ടാണ് എഫേർട്ട്. ഹാറ്റ്സ് ഓഫ്.
ആൻഡ് ജിതിൻ ലാലിന് താങ്ക് യു. ഇത്ര നല്ല എനിക്ക് 2D കാണാൻ പറ്റുള്ളൂ, 3D കണ്ടന്റ് ഇഷ്യൂ ആയതുകൊണ്ട് ഒന്നൂടി പോയി 3D കാണണം. നല്ല രീതിയിൽ തന്നെ കാണാം, നല്ല എഫക്ട്സ് ഉണ്ട്, VFX കൊള്ളാം, മേക്കിംഗ് വൈസ് കൊള്ളാം. മൊത്തത്തിൽ അജയൻ രണ്ടാം മോഷണം ഒരു ഫെസ്റ്റിവൽ മൂവിയാണ്.